ഇശാ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്നതോടുകൂടെ ആകാശലോകത്ത് ദ്വാർന്നുകൊണ്ടിരുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾക്ക് അല്ലാഹു തആല സമ്മതം കൊടുക്കും. ഭൂമിയിൽ മാസപ്പിറവി ഉറപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോകാം. അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ പരന്നു. ആ മലായിക്കത്ത് ഇങ്ങനെ വരുമ്പോ അവർ എവിടെയാണ് തറാവീഹ് നിസ്കാരം, അവിടെയാണ് എത്തുന്നത്. നമ്മുടെ തറാവീഹ് നിസ്കാരത്തിന് മലായിക്കത്ത് നമ്മുടെ കൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ തറാവീഹ് നിസ്കാരം കഴിഞ്ഞു, നമ്മുടെ വീടുകളിലേക്കൊക്കെ മലക്കുകൾ വരും. എന്തിനാ വരുന്നത്? ഉമ്മ ഏത് റൂമിലാണ് ഓതുന്നത്, മകള് ഏത് റൂമെന്നാ ഓതുന്നത്, ഏതൊക്കെ അറയിലാണ് ഓത്ത് നടക്കുന്നത്, ഇതൊക്കെ. അപ്പൊ മലായിക്കത്ത് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ വെറുക്കപ്പെട്ടത് ഉണ്ടായാൽ മലക്കളാണ് കളക്കൂല. അപ്പൊ നമ്മളെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി, ദുർഗന്ധമില്ല, നാറ്റമില്ല, ദുർഗന്ധമുള്ള അങ്ങനത്തെ ഇതൊന്നും ഉള്ളത് ആർക്ക് പറ്റൂല, മലായിക്കത്തിന് പറ്റൂല. കടക്കല്ല പള്ളിയിൽ ഉള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊഴി കേൾക്കണേ എല്ലാവരും. നമ്മളിന്ന് ഭക്ഷണത്തിനൊപ്പം ഉള്ളി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടോ എല്ലാ ഹോട്ടലിലും അല്ലേ? പറ്റുന്നവര് തിന്നോട്ടെ, നമ്മൾ പാഞ്ഞു തിന്നാൻ നിൽക്കണ്ട. എന്തുകൊണ്ട്? അത് പച്ച ഉള്ളിയാണ്, അത് മുത്തുനബി ഇഷ്ടപ്പെടുന്നതല്ല. വേവിച്ച ഉള്ളി കഴിക്കാം. ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനില്ല, മനസ്സിലായോ? അപ്പം നമ്മൾ ഈ തൈരുണ്ട്, തൈരിൽ ഉള്ളി മുറിച്ചിട്ടിക്കണേ, പിന്നെ ഏതുകൊണ്ട് പച്ചമുളകും ഉണ്ട്. അപ്പൊ എം.എ. ഉസ്താദ് അത് തൊട്ടില്ല. മൂപ്പർ കാണിച്ച ഒരു തൈര് കുറച്ച് കുടിക്കണം എന്നുണ്ടായി. അപ്പൊ അതിൽ നിന്ന് ആ ഉള്ളി മുഴുവനും മാറ്റിയിട്ട് പിന്നെ മൂപ്പർ ഉപയോഗിച്ചോളൂ. എന്തുകൊണ്ട്? പച്ച ഉള്ളി എന്തല്ല, വേവിച്ച ഉള്ളി ഇരിക്കട്ടെ. അപ്പൊ ഒരു ഉള്ളി ശാസ്ത്രം നമുക്ക് വേറെ പറയാം. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പം ഉള്ളി തിന്ന വാസന അത് ആർക്കും ഇഷ്ടപ്പെടൂല, മലക്കുകൾക്ക് ഇഷ്ടപ്പെടൂല. നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് മലായിക്കത്തുണ്ടല്ലോ, റഖീബ് അതീദ്, ഒരു രണ്ടാളും അതിന്റെ വാസന വായിൽ നിന്ന് പോകുന്നത് വരെ അവർ വിഷമിക്കും. നമ്മളിപ്പോൾ ഒരു ദുർഗന്ധമുള്ള സ്ഥലത്ത് പോകേണ്ടി വന്നാൽ അതിന്റെ ആ നാറ്റം സഹിച്ചിട്ട് നമ്മൾ നിൽക്കാൻ പറ്റും. അവിടുന്ന് വേഗം പോരാൻ നോക്കൂലേ എന്ന മാതിരി നമ്മളൊപ്പം നിൽക്കണം മലായിക്കത്ത് നമ്മളെ കൊണ്ട് കുഴങ്ങാണ്. ഈ പഹാനിയും കൊണ്ട് കുഴങ്ങിയാലും പിന്നെ പോകാൻ വെച്ചാലും. കാരണം നമ്മളെ നന്മയും തിന്മയും എഴുതി വെക്കാൻ ആരെ ഏൽപ്പിച്ചത്? മലക്കുകളെ ഏൽപ്പിച്ചത്. അള്ള ഓലെ ഏൽപ്പിച്ചത് നന്നായി, അല്ലാതെ നിങ്ങളത് എഴുതാൻ ഇനി ഇൻ്റെത് എഴുതി നിങ്ങളെ ഏൽപ്പിച്ച കാണിച്ചാൽ എന്നോ തെറ്റിപ്പോയിട്ടുണ്ടാവും. നമ്മൾ വേണ്ടത് എഴുതാൻ കഴിയൂല കേട്ടോ. അല്ലാ, മലായിക്കത്തിനെ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് അതൊക്കെ നടക്കുന്നത്. അള്ളാഹു തആല നമുക്ക് ഖൈറ് തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി നമ്മളെ പഠിപ്പിക്കണത് നോക്കണം. മലായിക്കത്തെ ഇഷ്ടപ്പെട്ട അപ്പൊ നമ്മളെ വീടുകളിൽ നാറ്റമുള്ളത്, ദുർഗന്ധമുള്ളത്, അടിക്കാട്ടുള്ളത്, മാറാല കെട്ടിയത്, അങ്ങനെ ഇതൊന്നും ഉണ്ടാകരുത്. അതാണ് റമളാനെ സ്വാഗതം ചെയ്യുമ്പോൾ മലായിക്കത്തിന് നമ്മളെ വീട്ടിൽ വരാൻ പറ്റണം, അവർക്ക് ഇവിടെ സ്വീകരണം കൊടുക്കാൻ വേണ്ടി പറ്റണം. മുത്തുനബി മദീനത്തേക്ക് ചെന്നപ്പോൾ മദീനക്കാര് നാടും നഗരവും വീടും അടുക്കളയും എല്ലാം വൃത്തിയാക്കി മുത്തുനബിനെ സ്വീകരിക്കാൻ. എന്ന പോലെ നമ്മളെ പഴയ ഉമ്മമാരൊക്കെ എല്ലാ വീടും അടിച്ച് കഴുകി വൃത്തിയാക്കി ക്ലിയറാക്കും. അൽഹംദുലില്ലാഹ്. അത് വേണം, എല്ലാ വീട്ടിലും വേണം. നമ്മളുമാണ് കൂടി കൊടുക്കാം, മനസ്സിലായോ? നമ്മളൊക്കെ വീട്ടിൽ അത്തരം പണിക്ക് കൂടി കൊടുക്കാം. മറ്റന്നാ ഞായറാഴ്ചയാണ്, എല്ലാവരും ഒന്ന് ഉമ്മാരും പെണ്ണുങ്ങളെപ്പോൾ ഒന്ന് കൂടി കൊടുത്തത്. ഇനി വരാൻ പോണ എല്ലാ ഞായറാഴ്ച എന്നിട്ട് അതിലൊക്കെ ഒന്ന് കൂടി കൊടുക്കാം. നമ്മളിങ്ങനെ ഒപ്പം നടന്നാൽ മതി, എന്നാൽ തന്നെ കാര്യം നടക്കും, മനസ്സിലായോ? അല്ലാതെ നമ്മളിങ്ങനെ പട്ടാളക്കാരനായിട്ട് ഇങ്ങനെ ഇതെവിടെ അടിച്ചിട്ടില്ലേ, വൃത്തിയാക്കിയല്ലേ, അതല്ല. നമ്മളൊന്ന് കൂടി കൊടുക്കുക. അള്ളാഹു റസൂൽ ചെയ്ത കാര്യം ഇപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കോരി വെച്ചു. മുത്തുനബി വെള്ളം കോരി വെച്ചു. ആയിഷാ ബീബിയും റസൂലും കൂടി ഒപ്പം കുളിച്ചു. ആയിഷാ ബീബി വന്നപ്പോഴേക്ക് വെള്ളം കോരി വെക്കൽ ആര് കഴിച്ചിരിക്കുന്നു? റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചിരിക്കുന്നു. യാ അല്ലാഹ്. അങ്ങനെയാ മുത്തുനബി നമുക്ക് കുടുംബജീവിതം പഠിപ്പിച്ചു നിൽക്കണം. പെണ്ണുങ്ങളില്ലല്ലോ ഇവിടെ, ഇല്ലല്ലോ. നിങ്ങൾ പരി പോയി പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇരിക്കട്ടെ. അള്ളാഹു തആല നമ്മളെ ഭാര്യമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര്, പെൺമക്കൾ എല്ലാവർക്കും അള്ളാഹു ഖൈറ് കൊടുക്കണം. അള്ളാഹു തആല റഹ്മത്ത് കൊടുക്കുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പൊ എന്ത് വേണം? വീടൊക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ റമളാനൊക്കെ ഇങ്ങനെ അടുത്ത സമയത്ത് ഈ പള്ളിന്റെ ചുമര് അതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് വെയിറ്റ് വാഷ് ചെയ്തിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി, വാതിൽ അതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ശുദ്ധിയാക്കി, മറ്റ് സാധനങ്ങൾ അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി, അല്ലേ? നമ്മളെ വസ്ത്രങ്ങൾ ഒന്ന് അലക്കി വൃത്തിയാക്കി. അങ്ങനെ ഓരോന്നും നന്നാക്കാൻ ഓരോ സാധനമാണ്, അല്ലേ? വസ്ത്രം എന്താക്കും? അലക്കി ശുദ്ധീകരിക്കും. മറ്റേത് പെയിന്റ് അടിച്ച് വന്നാൽ
നന്നാക്കും, മറ്റേതോ പോളിഷ് ചെയ്തിട്ട് നന്നാക്കും, മറ്റേത് വെയിറ്റ് വാഷ് ചെയ്തിട്ട് നന്നാക്കും. ഓരോന്നും നന്നാക്കുന്നത് ഓരോ സാധനങ്ങളെ കൊണ്ടാണ് അല്ലേ. 11 മാസം നമ്മളെ കൽബ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഇത് കേടുവന്നിക്കണം. നമ്മളെ കൽബ് എന്തായിക്കണേ, നമ്മളെ മനസ്സ്, നമ്മളെ ഹൃദയം അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷിക്കണ പാത്രമാണ് ഏത്? നമ്മളെ കൽബ്. നമ്മളെ കൽബാകുന്ന പാത്രത്തിൽ ഏത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ദിവസം പറഞ്ഞു അഫ്ളൽ ദിക്ർ, ചെല്ലിയ വല്ലതും ആവുമെന്ന് വിചാരിച്ചു ഇടക്കിടക്ക് ചെല്ലിക്കൊണ്ടേ നിൽക്കണം. എന്താണത്? ഈമാനെ പുതുക്കണം എന്ന് റസൂലുള്ള പറഞ്ഞത്. ജദ്ദിദു ഈമാൻ, നിങ്ങളെ ഈമാൻ നിങ്ങൾ എന്താക്കണം? പുതുക്കണം. അത് പുതുക്കണം. നമ്മളിപ്പോൾ എന്താ അറിയോ, ഒരു തുണി ഷാപ്പിൽ നിന്ന് നമ്മൾ തുണി വാങ്ങി, നല്ലൊരു തുണി വാങ്ങി. ആ തുണി വാങ്ങിയിട്ട് നമ്മൾ പുതിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ കൊടുത്ത് സുജൂദുക്കാണ് പോകുമ്പോട്ടെ എന്ന് പറഞ്ഞ തുണിയാണ് പൊട്ടി. അപ്പം എന്താ, നമ്മൾ വാങ്ങിയത് പുതിയതാണെങ്കിലും പീടിയിൽ ഇത് കൊണ്ടുവന്നിട്ട് 18 കൊല്ലായിക്കും. അതിനാണ് കെട്ടുപ്പയക്ക് എന്ന് പറയുന്നത്. മനസ്സിലാക്കി? ഞമ്മക്ക് കിട്ടിയപ്പോൾ പുതിയതാണെങ്കിലും സാധനം ഇത് മടക്കി കൊടുത്ത് നിർത്താതെ വെച്ചിട്ടേ പൊട്ടിയില്ലേ എന്ന മാതിരി നമ്മളെ കൽബാകുന്ന പാത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ വെച്ചതാണ്. പിന്നെ തൊട്ട് നോക്കിയില്ല, മടക്ക് നിർത്താതെ വെച്ചതാണ്. ചില SSFന്റെ SYSന്റെ ഒക്കെ പ്രവർത്തകന്മാരുണ്ട് പോലെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ കാണാം റിസാല വന്നത് പൊട്ടിച്ചാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. സുന്നി വോയിസ് വന്നത് അതേമാതിരി വെച്ചിട്ടുണ്ട്. കാരണം ഇത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് വന്നതല്ലേ, ഇത് ഇന്നെ കൊണ്ട് കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ല, ബഹുമാനിച്ച് വെച്ചത് തന്നെയാണ് അല്ലേ. ഇതിപ്പോൾ എവിടുന്ന് വന്നതാണ് ഈ റിസാല? സുന്നി വോയിസ് ഒക്കെ എവിടുന്ന് വന്നാൽ AP ഉസ്താദൊക്കെ ഉള്ള കമ്മിറ്റിയിൽ നിന്ന് അയച്ചതല്ലേ പടച്ചോനെ എന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചാതെ അവിടെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ കൽബിൽ പൊട്ടിക്കാതെ വെച്ചിക്കണേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്താണുള്ള തകരാറ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ അള്ളാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ. സുബ്ഹാന ജല്ല ജലാലു. ഒന്ന് ആലോചിക്കണം, ഞാൻ നിർത്തുകയാണ്, സമയം നമുക്ക് ഇങ്ങനെ അധികം വൈകാൻ പറ്റില്ല. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇപ്പം നമ്മൾ ഈ കൂടിയതൊക്കെ എന്തെന്നെയാണ്? നിയമവിരുദ്ധമാണ്. നിയമം ആരെങ്കിലും ചോദിക്കാന്ന് കണ്ടാൽ അപ്പൻ്റെ അടുത്ത് സാധനമാണ്. അങ്ങനെയാണ് ഇപ്പം നമ്മളെല്ലാവരും എന്താക്കിക്കണത്, വെച്ചും കൊണ്ട് വെക്കണത്. അപ്പം നിയമവിരുദ്ധം അത് അങ്ങനെയാണ്. നേരം പൊൾക്കോളം കക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് സുബയാവോളം കക്കരുതെന്നാണ്. അപ്പോൾ അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെ കൽബാകുന്ന പാത്രത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ നോക്കിക്കോ, ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതുക്കണം. അതാണ് എല്ലാ 5 വഖത്തിലും അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു. അതിന് വല്ല കുറവും വന്നിക്കണോ? അതാത് ദിവസത്തെ കുറവ് അന്ന് തന്നെ പരിഹരിക്കണം. എന്തുകൊണ്ട്? നാളെ നമ്മൾ ഉണ്ടാകുമല്ലേ എന്നറിയില്ല. ഇന്നലത്തെ പറ്റി ഖേദിച്ചിട്ട് കാര്യമില്ല, നാളത്തെ പറ്റി നമുക്കറിയില്ല. ദിക്റിന്റെ കുറവ് എവിടെയെങ്കിലും ഉണ്ടോ? അത് പരിഹരിക്കണം. അതാണ് എല്ലാ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു ഹദ്ദാദ് ചൊല്ലിയിട്ട് ഫഅലം അന്നഹു എന്തെങ്കിലും ചെല്ലാൻ ആലോചന ഇവിടെ അദ്ദാദില്ല. ഇശാ നിസ്കരിച്ചിട്ടാണ് ഹദ്ദാദ് ചെല്ലേണ്ടത് അല്ലേ. അപ്പൊ ഇശാ നിസ്കരിച്ച് നമ്മൾ ഹദ്ദാദാണ് ചെല്ലുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെല്ലി എന്തേ അള്ളാഹിനോട് നമ്മൾ പറഞ്ഞത്? നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. പടച്ചോനെ നീയല്ലാതെ എന്റെ ഹൃദയത്തിൽ മറ്റാരുമില്ല. ഈമാൻ ഉറപ്പിക്കണതാണത്. ഈമാനാണ് ഉറപ്പിച്ചാൽ അള്ളാഹ് തൃപ്തിപ്പെടുന്നത് കുറച്ച് പറയണം, ആർക്കാരും ഇഷ്ടപ്പെടുന്നത് പറയണ്ടേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതൊക്കെ അത് നമുക്ക് പഠിപ്പിച്ചെന്താരാ? അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് ഒരു സലാത്ത് അള്ളാഹുവിന്റെ റസൂൽ ചെല്ലണം. എന്നിട്ട് നമ്മൾ എന്ത് പറയണം? അള്ളാഹിനോട് നമ്മളെ ദോഷത്തിന് പൊറുക്കണം ചോദിക്കണം. റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ അല്ലേ. ഇങ്ങനെയാണ് നോക്കിയിട്ട് ആ ഹദ്ദാദിന്റെ ദിക്ർ ഇങ്ങനെയാണ് ചൊല്ലിയാൽ എല്ലാ വിഷയങ്ങളും ഹദ്ദാദിൽ ഉൾപ്പെടാത്തവർ ആവശ്യമില്ല. ഒരു സംഗതിയിൽ എല്ലാം ദിക്റിന്റെ എല്ലാ ഇനങ്ങളും ഇതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് റബ്ബേ ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ളൂ, ഫഅലം അന്നഹു ലാ ഇലാഹ. ഈ ഇടക്കിടക്ക് നിങ്ങൾ ചൊല്ലിയിട്ട് ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം ദിക്റുകളെ കൊണ്ട്. എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്. നമ്മളൊരു വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി, പണി പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് എന്ത് വലിച്ചു? കറണ്ട് വലിച്ചു. നമ്മൾ അവിടെ നോക്കുമ്പോൾ ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ നിന്ന് വീട്ടിൽ നോക്കുമ്പോൾ ഇവിടെ പോസ്റ്റ് ഉണ്ട്, പോസ്റ്റിൽ നിന്ന് സർവീസ് വയറുണ്ട്, സർവീസ് വയറിൽ നിന്ന് കണക്ഷൻ നമ്മളെ വീട്ടിൽ കിട്ടിയിരിക്കണം. മീറ്ററിൽ നോക്കുമ്പോഴോ മീറ്ററിൽ ഒക്കെ റെഡിയാണ്. കറണ്ടിന്റെ കണക്ഷൻ കിട്ടിയില്ലേ? കിട്ടിയിരിക്കണേ. പക്ഷെ എന്താ സംഗതി? നിങ്ങൾ ഒരു വീട്ടിലേക്ക് കറണ്ട് കിട്ടിയിരിക്കണേ, പക്ഷെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തണില്ല.
ആ ബൾബിന് എന്തെങ്കിലും കേടായിക്കെന്ന് ചോദിച്ചാൽ മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഫാൻ കറങ്ങണില്ല. ഇതപ്പോൾ ഇത് കുഴപ്പമെന്ന് ചോദിച്ചാൽ മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ മോട്ടറും വർക്ക് ചെയ്യണില്ല. ഇലക്ട്രിക് ഓഫീസിൽ പോയി ചോദിച്ചു നോക്കുമ്പോൾ കറണ്ട് കൊടുത്തിക്കണം സർവീസ് വയറുണ്ടോ അല്ലേ, മീറ്ററിൽ എത്തിയില്ലേ, ഒക്കെ റെഡിയാണ്. പക്ഷെ നമ്മളെ ബൾബ് കത്തുന്നുണ്ടോ ഇല്ല, ഫാൻ കറങ്ങുന്നുണ്ടോ, AC വർക്ക് ചെയ്യുന്നുണ്ടോ, ആ കറണ്ട് കൊണ്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ ഒരു കറണ്ട് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? ഉറപ്പിച്ചില്ലേ? കാര്യമില്ല. നഞ്ഞ് നോക്കിക്കോളെ. നമ്മളെ ശരീരമാകുന്ന ഈ വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കണക്ഷൻ കിട്ടിയിട്ടില്ലേ? കിട്ടിക്കണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ കണ്ണുക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? ഹറാമായ ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കി പിന്നെയും നോക്കി നമ്മളെ കണ്ണിനെ ചിമ്മാൻ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ണുക്ക് വരുന്നുണ്ടോ? കണ്ണുക്ക് വരുന്നില്ല. വേണ്ടാത്ത ഒരു ഹറാമ് നമ്മളെ കൈ കൊണ്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ തടയുന്നുണ്ടോ? ഇല്ല. കയ്യുമ്പൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നില്ല. കണ്ടെങ്കിൽ നമ്മളെ കാലുകൊണ്ട് ഹറാമൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. നടക്കല്ലേ എന്ന് നമ്മളെ കൽബിന്ന് ഈമാൻ പറയുന്നുണ്ടോ? പറയണില്ല. അപ്പൊ എന്താ സംഗതി? ആ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തണില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഫാൻ കറങ്ങണില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യണില്ല. ഇങ്ങനത്തെ കറണ്ട് കൊണ്ട് എന്താ കാര്യം? നമ്മളെ ഈമാൻ മാതിരിന്നല്ലാതെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, യഥാർത്ഥമായ ഈമാൻ നമ്മളെ കൽബിലുണ്ടോ? ഹറാമ് നോക്കുമ്പോൾ കണ്ണ് നോക്കാതിരിക്കണ്ടേ, ഹറാമ് പറയുമ്പോൾ പറയാതിരിക്കണ്ടേ, ഹറാമിലേക്ക് നടക്കുമ്പോൾ നടക്കാതിരിക്കണ്ടേ, ഹറാമ് പിടിക്കേണ്ടി വരുമ്പോൾ പിടിക്കാതിരിക്കണ്ടേ. എന്തേ അത് നടക്കാത്തത്? അത് നമ്മൾ പുതുക്കലില്ലായിട്ട്. അപ്പൊ അത് പുതുക്കൽ എന്തൊക്കെ എങ്ങനെ നടക്കണം? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെ കൽബിൽ പുതുക്കണം. അതാണ് നമ്മൾ അത് വൈറ്റ് വാഷ് ചെയ്ത് നന്നാക്കി, മറ്റേത് പോളിഷ് ചെയ്ത് നന്നാക്കി, ഇത് എന്ത് ചെയ്തു? ഇത് നമ്മൾ വെള്ളം കൊണ്ട് കഴുകി നന്നാക്കി. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൽബാകുന്ന പാത്രം അത് കറ പിടിച്ചപ്പോൾ, അത് മലിനപ്പെട്ടപ്പോൾ, അതിനെ ഇനി നന്നാക്കിയെടുക്കാൻ ഒരൊറ്റ വെള്ളം മാത്രമേ അല്ലാഹ് പടച്ചിട്ടുള്ളൂ. വേറെ ഒരു സാധനം കൊണ്ടും അത് ശുദ്ധീകരിക്കാൻ പറ്റൂല. ഏതുകൊണ്ടാണ് ശുദ്ധീകരിക്കേണ്ടത്? അല്ലാഹ് കൽബ് ശുദ്ധീകരിച്ച് ഈമാനിനെ ഇങ്ങോട്ട് 22 കാരറ്റ് തങ്കമാക്കിയിട്ടെടുക്കാൻ. ഈമാനിന്റെ പ്രഭ അത് കണ്ണിലേക്ക്, കാതിലേക്ക്, കൽബിലേക്ക്, കരളിലേക്ക്, എല്ലാം നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഈമാൻ നിറഞ്ഞു നിൽക്കാൻ, ഹറാമ് കാണാതിരിക്കാൻ, ഹറാമ് പറയാതിരിക്കാൻ, ഹറാമ് കേൾക്കാതിരിക്കാൻ. പല ആളുകളും പടച്ചോൻ എന്നാളൊരു ചങ്ങായി ഗീബത്ത് പറയാൻ വേണ്ടി വന്നതാ. വന്ന് ഇരുന്നപ്പോ തന്നെ ഓന് ഭയപ്പെട്ട് നമ്മളെ കിട്ടല്ലോ. അതിന് വേണ്ടി ഉസ്താദെ ഗീബത്താവെന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും പറയാത്തത്. പിന്നെ പറഞ്ഞത് മുഴുവൻ ഗീബത്ത്. അപ്പൊ എന്താ നിങ്ങൾ നമ്മളെയും കൂടിയാണ് കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം, ഗീബത്ത് കേൾക്കാൻ നിൽക്കണം. ഈ വർത്താനം നിർത്തിക്കോട്ടെ, എനിക്കിപ്പോ അത് കേൾക്കണ്ട എന്ന് പറയാൻ തോന്നി? നമുക്ക് തോന്നിയില്ല. ഗീബത്ത് പറയാൻ പറഞ്ഞാൽ മറ്റവന്റെ മാംസം തിന്നലാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ എന്നിട്ട് പിന്നെന്തായി അണ്ടങ്ങള് ഇങ്ങനെ ഇറച്ചി വെട്ടുക, നമ്മൾ മുട്ടിമക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അല്ലേ? എന്നിട്ട് നോക്കുമ്പോൾ ഒരു കഷ്ണം കൂടി വെച്ചു കൊടുക്കുക. അങ്ങനെ ഇറച്ചി വെട്ടുക, നമ്മൾ മുട്ടിമക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതല്ലേ നമ്മൾ ചെയ്യണത്. എന്തുകൊണ്ട്? ഹറാമ് കേൾക്കാതിരിക്കാൻ, ഹറാമ് പറയാതിരിക്കാൻ, ഹറാമ് കാണാതിരിക്കാൻ. നമ്മളെ കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? അല്ലേ? ഉണ്ട്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രകാശം എന്തേ ഇവിടേക്കൊന്നും വരാത്തത്? ഇവിടെ തന്നെയാണ് നമുക്ക് പരിഹരിക്കേണ്ടത്. അതിനാണ് അല്ലാഹു തആല എല്ലാ വർഷവും ഇതാ വരുന്നു റമളാൻ, നനച്ചുകുളി വരുന്നുണ്ട്, എല്ലാം തോത്തി തുടച്ച് കഴുകി വൃത്തിയാക്കി നന്നാക്കിയില്ലേ. എന്നാൽ അതിനൊക്കെ മുമ്പ് നമ്മളെ കൽബൊന്ന് ശുദ്ധീകരിച്ചോ? കൽബിന് കറ പിടിച്ചിട്ടുണ്ട്. നമ്മളെ വാക്ക് കൽബിനെ കറ പിടിപ്പിച്ചു, നമ്മുടെ പ്രവൃത്തി. അല്ലാ. അതുകൊണ്ട് ആരും കിബിർ നടിക്കണ്ട. ഭാര്യക്ക് ഭർത്താവിനോട് പറയാം പൊരുത്തപ്പെടണം കേട്ടോ. ഭർത്താവിന് തിരിച്ച് ഇങ്ങോട്ട് പറയാം. വാപ്പാക്ക് മക്കളോട് പറയാം, മക്കളെ ചെയ്തതാണ്. മക്കളാരും ഉസ്താദിനോട് ഒരു വെറുപ്പ് കരുതണ്ട കേട്ടോ, നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം എന്ന് പറയുന്നതിന് ഉസ്താദിന് യാതൊരു കുറവും വരൂല. എത്ര വലിയ ഉസ്താദിനും വരൂല, എത്ര ചെറിയ ഉസ്താദിനും വരൂല. ഉസ്താദുമാർക്ക് ഇങ്ങോട്ട് പറയാം, ശിഷ്യന്മാർക്ക് അങ്ങോട്ട് പറയാം. വാപ്പാക്ക് മക്കളോട് പറയാം, മക്കൾക്ക് വാപ്പാനോട് പറയാം. സുബ്ഹാന ജല്ല ജലാലു ദുനിയാവിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 2 ഇണകളാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, സയ്യിദത്തുനാ ബീവി ഫാത്തിമ. ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, എന്താണ് അവർ കാണിച്ചെന്ന മാതൃക? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി തങ്ങളും തമ്മിലുള്ള പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല? നിങ്ങൾ എന്താ ഒരു ജീവിതം! റളിയല്ലാഹു അൻഹു കുടുകുടാ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കിയിട്ട് ഫാത്തിമ ബീവി തിരിച്ചു പറഞ്ഞില്ലേ അലി തങ്ങളോട്, ഉപ്പ നിങ്ങൾക്ക് എന്നെ കൈപിടിച്ച് ഏൽപ്പിച്ചു തരുമ്പോൾ
ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത് പലതും എനിക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. ഉപ്പാനെ കാണുന്ന സമയത്ത് നിങ്ങളെ മോൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു പരാതി പറയല്ലേ. അവര് രണ്ടുപേരും പൊരുത്തപ്പെടിപ്പിച്ചെങ്കിൽ ഇനി നമ്മളെവിടുക്കാ കാത്തു നിൽക്കണത്? ആരെ കാത്തു നിൽക്കുകയാണ് നമ്മള്? ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ അള്ളാഹു ആലം. ഇന്നെന്തേ ചെയ്താല്? വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ. അവിടെ ഖുർആൻ ഓർമ്മപ്പെടുന്നത് ആഖിറം വിചാരിച്ചിട്ട് ആരാണ്? വമൻ അറാദൽ ആഖിറ, ആഖിറത്തെ ലക്ഷ്യം വെച്ചാണ്. വസഅ ലഹാ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ സഅയഹാ എന്ന് പിന്നെയും പറഞ്ഞത് എന്തിനാ? വസഅ ലഹാ, അതിനു വേണ്ടി അധ്വാനിച്ചു. എങ്ങനെ അധ്വാനിച്ചു? സഅയഹാ, ചെയ്യേണ്ട ക്രമത്തിൽ ചെയ്തു. നിസ്കരിക്കേണ്ട ക്രമത്തിൽ നിസ്കരിക്കണം. തൗബന്റെ ക്രമത്തിൽ ചെയ്യണം. ദിക്റിന്റെ ഏതും അതിനെ നിശ്ചയിച്ചു അതുപോലെ ചെയ്യണം. അപ്പൊ ഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരെ അധ്വാനം അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഈമാൻ നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. കുറച്ചുകൂടി ഒന്നിന് കയറിയിരുന്നാൽ ആ പുറത്തുള്ളവരും കൂടി ഔത്തിക്കില്ല. എന്നാൽ നമ്മളെ ഒരു ദിക്റ് ദുആക്കാതെ ഒന്നും കൂടി ഒരു ഉഷാറാണ്, ഒന്നും കൂടി ഒരു ഇസ്സത്താണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കൾ അവരൊക്കെ ഒന്നും കണ്ട് കയറിയിരുന്നോളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആർക്കാം. നമുക്ക് സമയം ഇനി വല്ലാതെ അങ്ങനെ നേരം വേഗം മുത്താലിമീങ്ങളൊന്നും കണ്ടിരുന്നോളൂ മക്കളെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ മുത്താലിമീങ്ങളൊക്കെ ഭാവിയിൽ നല്ല ആലിമീങ്ങളായി നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കണം. മുത്താലിമീങ്ങളെ ഭക്ഷണമൊക്കെ വീടുകളിലല്ലേ? അൽഹംദുലില്ലാ, അത് തന്നെയാണ് വലിയ സംഗതി. ക്യാൻറ്റീൻ അത്ര അത്യാവശ്യമുള്ള അവിടുത്തെ ഉണ്ടാക്കേണ്ടി വരും. വീടുകളിൽ ഭക്ഷണം വേണം. രണ്ട് കാര്യമാണ് വീടുകളിൽ ഭക്ഷണം പോകുന്നത്. ഒന്നൊരു മുത്താലിം ഒരു വീട്ടിൽ വരില്ലേ, അതിൻ്റെ ഒരു ബർക്കത്ത് വേറെ. മനസ്സിലാക്കി? ആ വീട്ടിലുള്ള ആളുകൾക്ക് കൂടി പലതിനും ഒരു നന്മക്കും ഒരു ഹൈറിനും അല്ലാ നമ്മളൊക്കെ ഓതി പഠിക്കണമെന്ന് ഭക്ഷണം തന്ന അമ്മമാർ എത്ര നമ്മളെ ഒരു പോറ്റുമ്മയാണ് ഭക്ഷണം തന്നമ്മ. അല്ലാഹുവേ, ആ ഭക്ഷണം തന്ന അമ്മമാർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ വീട്ടുകാർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ദർസൊക്കെ അല്ലാഹു തആല അഭിവൃദ്ധിപ്പെടുത്തി അല്ലാഹു നിലനിർത്തി തരുമാറാം. നമ്മളെ ദർസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ് നമ്മൾ. ഒരു ദർസ് ഉള്ള പള്ളിയും ദർസ് ഇല്ലാത്ത പള്ളി എന്താ വ്യത്യാസം? അത് വ്യത്യാസം വേഗം പറഞ്ഞാലോ, ഡോക്ടർ ഉള്ള ആസ്പത്രി ഇല്ലാത്ത ആസ്പത്രി, അതിൻ്റെ വ്യത്യാസം. ആസ്പത്രിയുടെ കെട്ടിടം നല്ല ഉഷാറിന്, ഡോക്ടറില്ല. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി കടന്നിറങ്ങാൻ പോകും? ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് എന്ത് വേണം? ഒരു ഡോക്ടർ വേണം. അപ്പോഴേ അവിടെ ആൾ പോകും എന്ന മാതിരിയാണ് ഒരു ദർസുള്ള സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ. ഞാൻ മിഞ്ഞാന്നിപ്പോൾ നമ്മളെ പള്ളീൻ്റെ അവിടെ ദർസ് കൊടുത്ത് ഞാനവിടെ പള്ളീൻ്റെ അവിടെ വേറൊരാളെ കാത്ത് ഒരു 5 മിനിറ്റ് നിൽക്കുക. അപ്പോൾ അത്ര കച്ചവടക്കാരുണ്ട് അവിടെ. മോനേറ്റ് 2 വർത്താനം പറയുമ്പോൾ ഉസ്താദിൻ്റെ പള്ളിക്കൊന്ന് ഓതി കൊടുക്കണം. അപ്പം മൂപ്പര് ഒളുവിൻ്റെ സുന്നത്താണ് ഓതി കൊടുക്കണം. ഞാൻ മറന്ന ഒരു സുന്നത്ത് എനിക്ക് ഓർമ്മയായി മൂപ്പര് ഓതി കൊടുക്കണത് കേട്ടത്. മനസ്സിലാക്കി? ഒളുവിന് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടൊരു ഒളു കൊടുക്കുകയാണെന്ന് വെച്ചാൽ 56 സുന്നത്തുകൾ ഒരു ഒളുവിൻ്റെ ഒപ്പം ചേർന്ന് വരും. നമ്മളാരും ചെയ്യലില്ല എന്ന് മാത്രം. ഒരു എടുക്കലാണ്ട് എടുക്കും, ബൈക്ക് വരുന്നതൊക്കെ വരും. 56 സുന്നത്തുകൾ ഒരു ഒളുവിൻ്റെ ഒപ്പം ചേർന്ന് വരും. ഫർളും ഷർത്തും ഒക്കെ വേറെ കാര്യം, ഖറാഅത്ത് വേറെ കാര്യം ഒക്കെ ചേർന്ന് വരും. ഒളു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുന്നുണ്ട് 8 സുന്നത്ത്. നമ്മളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. ഇപ്പം ഇവിടെ ദർസും കാര്യമൊക്കെ ഉണ്ട്. കുറച്ച് വലിയ ആൾക്കാർ തീരുമാനിച്ച സുബൈ ജമാഅത്തിന് ഇവിടെ വരും. സുബൈ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഉസ്താദിൻ്റെ വക വലിയ ആൾക്കാർക്കൊരു ക്ലാസ്. വലിയ ആൾക്കാർക്കൊരു ക്ലാസ്. എന്താ ക്ലാസ്? മണിമണിയായിട്ട് ഒളുവിൻ്റെ സുന്നത്തുകൾ 1, 2, 3, 4, 5, 6. ഇന്ന് 6 സുന്നത്ത്. 7, 8, 9, 10, 11, 12. 1/2 ഡസൻ സുന്നത്ത് ഒരു ദിവസം, 1/2 ഡസൻ സുന്നത്ത് ഒരു ദിവസം, 15 മിനിറ്റ് വരെ. കുട്ടികൾ പഠിക്കാനുള്ളത് വേറെ കാര്യം, ഓരോ ക്ലാസ്സൊക്കെ. നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? നമുക്ക് പഠിക്കാനുള്ളത് നാവും ഷാഫൊന്നുമല്ല. നമുക്ക് പഠിക്കാനുള്ള വലിയവർക്ക് പഠിക്കാനുള്ളതൊക്കെ നിത്യം ചെയ്യാനുള്ള കാര്യങ്ങൾ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിൽ ഉള്ള ചെറിയ ചെറിയ സംഗതികൾ നമ്മൾ ചെയ്യണത് തന്നെ മതി രക്ഷപ്പെടാൻ. പക്ഷെ അതെങ്ങനെ ചെയ്യണം? അതതിൻ്റെ മട്ടത്തിൽ ചെയ്യും. അതല്ല അതിൻ്റെ പ്രത്യേകത. അത് എല്ലാ സംഗതിക്കുമുണ്ട് അതിൻ്റെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ദർസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ വിശേഷമാണ്. ദർസ് പഠിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് വലിയവർക്കും പഠിക്കാം, ചെറിയവർക്കും പഠിക്കാം, ഒക്കെ പഠിക്കാം.
അല്ലാഹു റബ്ബി. ഇവിടെ തൊട്ടടുത്ത് മദ്രസല്ലേ, ആഴ്ചയിൽ ഒരു ദിവസം എന്താക്കി സ്ത്രീകൾ മുഴുവനും മദ്രസയിൽ ഒരുമിച്ച് കൂടി, സ്ത്രീകൾക്ക് ഒരു ക്ലാസ് ഒക്കെ ഏത് പഠിപ്പിച്ചാൽ മതി. വുളു, നിസ്കാരം, അതേപോലെ തന്നെ നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, വാക്കുകൾ ഒക്കെ ചൊല്ലി വെക്കണ്ടേ, അപ്പോഴല്ലേ അതിന്റെ വിവരം അറിയുള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ അതിന്റെ വിവരം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറാക്കി തരട്ടെ. പക്ഷേ ഒന്ന് ചൊല്ലി വെക്കണത് നല്ലതാണ്. അപ്പൊ നമ്മളെ ഉസ്താദ് ഇങ്ങനെ ചൊല്ലി തരുമ്പം അതിന്റെ ഒപ്പം നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് അപ്പൊ നമ്മളെ പിഴവ് തീർക്കാൻ പണ്ടേതോ ചെറിയ പിഴവുണ്ടാവും, അതിപ്പോഴും പിഴവായി തന്നെ പോവുകയാണ്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ മനസ്സിലായോ? അങ്ങനെ ഒരു സംഗതി ഇങ്ങനെ ചെയ്തു പോയാൽ ദർസ് കൊണ്ട് നാട്ടിന് തന്നെ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതാണ് ഒരു ദർസിന്റെ അവസ്ഥ. അള്ളാഹു നീ ഖൈർ നൽകണേ അള്ളാഹ്. ഇനി നമ്മളാ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ഇപ്പൊ എങ്ങനെയാണ്? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു തആല പറയാണ്, ഞാൻ അവരെ ഏൽപ്പിച്ചെന്ന് ഒരു ചെലവാക്കുന്നു, ഞാൻ അവരെ ഏൽപ്പിച്ചതിൽ നിന്ന് അവർ ചെലവഴിക്കും. എന്തൊക്കെയാണ് നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചത്? കാഴ്ച ശക്തി അള്ളാഹ് ഏൽപ്പിച്ചതാ, അത് അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിക്ക് ചെലവാക്കുക. കേൾവി ശക്തി അള്ളാഹ് ഏൽപ്പിച്ചതാ, അത് അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിക്ക് ചെലവാക്കുക. ആരോഗ്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാ, അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിക്ക് ചെലവാക്കുക. അല്ലേ? സ്വാധീനം അള്ളാഹു ഏൽപ്പിച്ചതാണ്, അത് നമ്മളെ എന്താക്കുക? അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിക്ക് ചെലവാക്കുക. നിഅമത്ത് അള്ളാഹ് ഏൽപ്പിച്ചതാണ്, അത് അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിക്ക് ചെലവാക്കുക. ഇങ്ങനെ കോയ മാഷ് ഇപ്പൊ നമ്മുടെ കൺട്രോൾ ബോർഡിന്റെ ചെയർമാൻ. കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി എത്തീങ്കാന കുട്ടികളെ മാത്രം നോക്കലാണ്. മൂപ്പര് പറഞ്ഞു നോക്കുമ്പോൾ എത്തീങ്കാന അതിൽ ഏറ്റവും ചെറുതാണ്. അതിൽ ആരൊക്കെ നോക്കാണ്ട്, അതിന് പല സൈസുകൾ നോക്കാണ്ട്. സുബ്ഹാനല്ലാഹ്. അത് വൃദ്ധസദനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആളുകൾ സംരക്ഷിക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട മക്കൾ, മാതാപിതാക്കൾ, അതൊക്കെ അതിന്റെ പരിധിയിൽ വരും. ഒരുപാട് സംഗതികൾ. അമ്മത്തൊട്ട് ഉപേക്ഷിക്കപ്പെട്ടു പോയിരിക്കുന്ന കുട്ടികൾ, ഏതെല്ലാം നിലക്കാണ് ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ SYSന്റെ സാന്ത്വനം പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സാന്ത്വനം നടത്തുന്നതിന് മുമ്പ് പഠിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മളെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ ആ മേലെ അവിടെ ഉണ്ട് ഒരു വൃദ്ധസദനം, ഗവൺമെന്റിന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായതും ഏറ്റവും അറിയപ്പെട്ടതുമായ വൃദ്ധസദനം. അതൊന്ന് സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ആദ്യത്തെ കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അവൻ്റെ പേര് ജോയി എന്നാണ്. അപ്പം നമ്മൾ ജോയിൻ്റെ അടുത്തിരുന്നു, അയാളെ പരിചയപ്പെട്ടു. ജോയിനോട് വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജോയിൻ്റെ കുടുംബാന്വേഷണം നടത്തിയപ്പോൾ ജോയിക്ക് മക്കളില്ല. അപ്പം നമ്മൾ പറഞ്ഞു ജോയിനോട്, ഓ മക്കളില്ലാത്തതൊരു സങ്കടമായില്ലേ? ഓ അതൊന്നുമില്ല. എന്തേന്ന് ചോദിച്ചു. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടാം, അപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്ന ആൾ ആരി, എനിക്ക് 7 മക്കളാണ്, ഓനും ഇവിടെ തന്നെ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇനി ചിരിയാണ് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 7 മക്കളുള്ള വാപ്പയാണ് എവിടെ കഴിയുന്നത്? വൃദ്ധസദനത്തിൽ കഴിയുന്നത്. മനസ്സിലായോ? കുറച്ചൊക്കെ കുഴപ്പം ആയിരത്തും ഉണ്ടാകും, വാപ്പാൻ്റെ അടുത്തും ഉണ്ടാകും. എല്ലാം കൂടി കുട്ടികളുടെ അടുത്ത് മാത്രമാവില്ല. നമ്മൾ ഒരു സംഗതി പറയുമ്പോൾ വാപ്പാനെ ഒഴിവാക്കി എന്നുള്ളതിന് കുട്ടികളെ മാത്രം ശപിച്ചിട്ട് കാര്യമില്ല. വാപ്പയായി നിൽക്കണ്ടേ? ചിലത് അങ്ങനെയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നോക്കാം. ഏതായാലും 7 മക്കളുള്ള ആലിയാണ് വൃദ്ധസദനത്തിലെ 2ാമത്തെ കട്ടിലിൽ അന്ന് കിടക്കണത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വാപ്പാരും മക്കളുമായിട്ടുള്ള ഇടപഴകൽ ഒരു പൊരുത്തപ്പെട്ട രീതിയിലാവണ്ടേ? വാപ്പ മകനെ ചീത്തറിഞ്ഞ് പറഞ്ഞിങ്ങാണ്ട് പറഞ്ഞു, ഇജിന്റെ മകനല്ലടാ. അത് ഓനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓൻ്റെ അകത്ത് കയറി സൂട്ട് കേസും കുണിങ്ങും പാക്കെടുത്ത് പുറത്തിറങ്ങി. ബാപ്പാൻ്റെ പേര് വിച്ചമ്മതിക്കാൻ, പിന്നെ വിച്ചമ്മതിക്കാൻ ഞാൻ പോട്ടെ വെച്ചു. ആ പോക്ക് പോയിട്ട് കൊല്ലം 40ആയി. ആ പോയ ഓൻ്റെ ജ്യേഷ്ഠനൊരു ബാർക്കവി ഉസ്താദുണ്ട്, നമ്മുടെ അടിയിൽ കൂടെ ഒക്കെ നടക്കുന്ന ആൾ. 40 കൊല്ലമായി ഇതുവരെ ഒന്നും തിരിച്ചെത്തിയിട്ടില്ല. വിജയവാഡ ഉണ്ട് കാരണം അവിടെ പോയി നോക്കി, മദ്രാസിലുണ്ട് കാരണം അവിടെ പോയി നോക്കി, എവിടെ പോയിട്ട് പിന്നെ കണ്ടില്ല. എന്തുകൊണ്ട്? ചില സമയത്തെ വാക്ക് ഹൃദയത്തിന് തറക്കും. വാക്ക് പറയണതിന്റെ മുമ്പ് നമ്മൾ ആലോചിക്കണം ആരോടായാലും. അല്ലാഹു റസൂൽ സമയം നിശ്ചയിച്ചത് നമുക്ക് ഓരോ സമയത്തുള്ള വാക്കുണ്ട്. നമ്മളെ നാവിൽ നിന്ന് വാക്ക് പുറത്തു പോയാൽ ഉണ്ട മാതിരിയാ, തോക്കുന്ന ഉണ്ട പോയ മാതിരിയാണ്. അതുകൊണ്ട് ഒരു വാക്ക് പറയണതിന്റെ മുമ്പ് ഒരാലോചന. പറയണോ പറയണ്ടേ? 1ാമത്തെ ആലോചന. 2ാമത്തെ ഒരാലോചന. ഇപ്പോൾ തന്നെ പറയണോ പറയണ്ടേ? 3ാമത്തെ ഒരാലോചനയും കൂടി. എന്താണത്? നമ്മളിപ്പോ പറയാൻ വേണ്ടി വിചാരിച്ചൊരു കോലുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ? ഒന്നും കൂടി ആലോചിക്കാം. എന്നാലും പറഞ്ഞു നോക്കാം. അപ്പൊ ഒന്നും കൂടി ആലോചിക്കാം. 4ാമത് ഞാൻ നേരിട്ട് പറയണോ പറയണ്ടേ?
4 ആലോചന കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പാണ്. 5ാമത്തെ ആലോചനക്ക് എത്തിയപ്പോൾ ഉറപ്പായി പറയാഞ്ഞത് നന്നായി കേട്ടോ, പറയാതിരുന്നത് നന്നായി. അതാണ് അംസിക് ലിസാനക നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റമളാനു ശരീഫ് ഇതാ അടുത്തു വന്നിരിക്കുന്നു. ആ റമളാനു ശരീഫിൽ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കുക. എങ്ങനെ? ഗീബത്തിൽ നിന്ന് ശുദ്ധീകരിക്കണം, നമീമത്തിൽ ശുദ്ധീകരിക്കണം, കള്ളത്തരത്തിൽ ശുദ്ധീകരിക്കണം. ഇതൊക്കെ ശുദ്ധീകരിച്ചിട്ട് അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് നോക്കണം. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നമുക്ക് തന്നതിനെ അള്ളാഹിന്റെ വഴിക്ക് ചെലവഴിക്കണം. കാഴ്ച അല്ലാഹു തന്നതാണ്, കേൾവി അല്ലാഹു തന്നതാണ്, ആരോഗ്യം അല്ലാഹു തന്നതാണ്. ഞാൻ പറഞ്ഞത് കോയമാഷിക്ക് പദവി അല്ലാഹു കൊടുത്തതാണ്. ആ പദവി ഉപയോഗപ്പെടുത്തി ഒരു സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇല്ലാത്ത ചോദ്യം, ഇല്ലാത്ത കുലുമാലും ബാക്കിയുള്ളതുമൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ഇത് ഒഴിവാക്കാൻ, ഇത് കൊടുക്കാതിരിക്കാൻ, അതല്ല ആലോചിക്കേണ്ടത്. എങ്ങനെയുണ്ട് ഇതിന്റെ അംഗീകാരം കൊടുക്കാൻ, അതല്ല ആലോചിക്കേണ്ടത്. അല്ലാ മാഷ് 100% അങ്ങനെ. എങ്ങനെയുണ്ട് അതിന് അംഗീകാരം കൊടുക്കാൻ, അതാണ് ആലോചിക്കേണ്ടത്. എങ്ങനെയുണ്ട് അത് മുടക്കാൻ തന്നെ. മുടക്കാൻ ചെറിയൊരു ഒപ്പിൻ്റെ ആവശ്യമുള്ളൂ, ചെറിയൊരു കടലാസിൻ്റെ ആവശ്യമുള്ളൂ. ഉണ്ടാക്കണമെങ്കിൽ നല്ല പണി ഉണ്ടാവും. നമ്മളൊരു പള്ളി ഉണ്ടാക്കുകയാണ്, അതിനൊരു മുടക്കുണ്ടാക്കാൻ ഒരു കടലാസ് വരും, ഒരു ഫോണ് വരും. അപ്പോൾ നമ്മളൊന്നും ഏതാകാൻ പാടില്ല, ഏത് നിഅമത്തും മുടക്കികളാകാൻ പാടില്ല, കൊടുക്കുന്നവരാവണം. അപ്പൊ അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്തിനെ എല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, സ്വർഗത്തെ ചോദിക്കുന്ന ആൾക്കാർ, നരകത്തെ ചോദിക്കുന്ന ആൾക്കാർ, അള്ളാഹ് അവരെ ഏൽപ്പിച്ചത് നിങ്ങളെ വകയായിട്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് ഞാൻ തന്നീന്ന് കൊടുത്താൽ മതി എന്നാ. അള്ളാഹ് തന്നതാണ് കാഴ്ചശക്തി, അള്ളാഹു തന്നതാണ് ആരോഗ്യം, അള്ളാഹു തന്നതാണ് എല്ലാം. അതിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ അള്ളാഹ് തന്ന പണം നമ്മുടെ കയ്യിലുണ്ട്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. എല്ലാം അങ്ങനെ ചെലവഴിക്കുക കൂടി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ശരീരം, മനസ്സ്, സമ്പത്ത് എല്ലാം റമളാനു ശരീഫ് അടുത്തു വന്ന സമയത്ത് പടച്ചവനെ ഈ കൊല്ലത്തെ റമളാനിൽ അല്ലാഹുവേ, ഈ കൊല്ലത്തെ റമളാനിൽ അല്ലാഹുവേ, ഈ കൊല്ലത്തെ റമളാനിൽ അങ്ങനെ നമ്മളിങ്ങനെ നിയ്യത്ത് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ചിലവരൊക്കെ ഇങ്ങനെ പറയും അള്ളാഹ് കണക്കാക്കിയില്ല, ഇനി നമ്മൾ ദ്വാർന്നിട്ട് എന്താ കാര്യം? അതിന് അള്ളാഹിന്റെ കണക്കിനെ പറ്റി വല്ലതും പഠിച്ചിക്കണപ്പം അള്ളാഹ് കണക്കാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. അള്ളാഹ് എങ്ങനെയാ കണക്കാക്കിയത് അത് പഠിക്കണം ആദ്യം. അള്ളാഹിന്റെ കണക്ക് അള്ളാഹ് കണക്കാക്കിയതല്ലേ നടക്കുള്ളൂ, ഉറപ്പന്നെയാണ്. എങ്ങനെയാ അള്ളാഹിന്റെ കണക്ക്? നിങ്ങളെ പറ്റി പറഞ്ഞിട്ട് ബേജാറ് വേണ്ട. എനിക്ക് അള്ളാഹ് കണക്കാക്കിയത് 60 വയസ്സാണെന്ന് വെച്ചോളൂ. നിങ്ങൾ അള്ളാഹിന്റെ കണക്കുള്ളത് എന്താ? നിങ്ങൾ എനിക്ക് 60 വയസ്സ്. പിന്നെ ഇന്ന ആവശ്യമുള്ള ആൾക്കാരൊക്കെ ദ്വാർന്നു അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ. ഞാനും അള്ളാഹിനോട് ദ്വാർന്നു നീട്ടി തരണേ. അപ്പൊ അള്ളാഹിന്റെ കണക്കെന്താ? നിങ്ങൾ ദ്വാർക്കണില്ലേ എന്നാ 60, ദ്വാർക്കണുണ്ടോ എന്നാ 80. 20 കൂട്ടിക്കിട്ടണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. എനിക്ക് ഈ കൊല്ലത്തെ ബറാത്തിന് അള്ളാഹ് കണക്കാക്കിക്കണത് 1 ചാക്ക അരിയാണ്. ഓൻ ദ്വാർക്കാണോ 3 യാസീൻ ഓതിയിട്ട് ഇന്ന് 5 ചാക്കാക്കണം. ദ്വാർന്നാ 5 കിട്ടും, ഇല്ലെങ്കിൽ 1 ചാക്ക തന്നെ കിട്ടുള്ളൂ. അതിനാണ് ദ്വാരക്കുന്നത്. കണക്ക് എങ്ങനെയാന്ന് പഠിച്ചത്. മറ്റൊരു കണക്കൂട്ടിയ ഈലാൽ കമ്മിറ്റിന്റെ കണക്കല്ല ഈ പറഞ്ഞത്. അള്ളാഹിന്റെ കണക്ക് കതിർ എന്താണ്, കലാ എന്താന്നല്ല പഠിക്കണ്ടേ. അള്ളാഹു തആല കണക്കാക്കിയത് എന്താ? നമ്മൾ ദ്വാരക്കാണ് യാസീൻ ഓതി. അള്ളാഹുവിന്റെ കണക്കുണ്ട്. എങ്ങനെ? നമ്മൾ ബറാഅത്തിന് ഒന്നും ദ്വാരക്കണമൊന്നുമില്ല എന്നാ 1 ചാക്കായി. ഉദാഹരണം, ദ്വാരക്കണുണ്ടോ എന്നാ 3 ചാക്കായി. 3 യാസീൻ നല്ലോണം ഓതിയിട്ട് ദ്വാരക്കണുണ്ടോ എന്നാ 5 ചാക്കായി. അതാ അള്ളാഹിന്റെ കണക്ക്. കണക്കെന്താന്ന് പഠിക്കണം നമ്മൾ. അല്ലാതെ ദ്വാരന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് നടക്കലല്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവിടെയാണ് നമ്മൾ അധ്വാനത്തിന്റെ വില മനസ്സിലാകേണ്ടത്. നമ്മൾ അധ്വാനിക്കാനുള്ള പറഞ്ഞതല്ലേ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുക. അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. അല്ലാഹുവേ, നിങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്, നിങ്ങൾക്ക് എല്ലാ ഇസ്സത്തും തരണേ അല്ലാഹ്. എൻ്റെ നാട്ടിൽ 41 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ ഷിഹാബുദ്ദീൻ സഖാഫി, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും 3 കുട്ടികളാണ്, ചെറിയൊരു കൂരപ്പര. ആ ചെറുപ്പക്കാരനിപ്പോൾ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. 2 കിഡ്നിയിൽ 1 നഷ്ടപ്പെട്ട് ഇപ്പോൾ ഡയാലിസ്. അതിനിടയ്ക്ക് ഇപ്പോൾ കോവിഡും വന്നു. പടച്ചോനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ. പ്രായമുള്ളവർ, ഉമ്മയും ചെറിയ കുട്ടികളും പെണ്ണുങ്ങളും കടന്ന് ഇറങ്ങാറാകും. വല്ലാത്തൊരു കാഴ്ചയാണ്. പടച്ചോനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണം. ആർക്കാണ് എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ,
നമ്മളൊക്കെ അങ്ങ് ബഹുമാനിക്കുകയും ചെയ്യുന്ന എത്ര ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ആളുകൾ ഇപ്പം മെഡിക്കൽ കോളേജും രോഗമായിട്ട് കഴിയുന്നവരുണ്ട്. അള്ളാഹു തആല നമുക്ക് അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ. റബ്ബേ നീ കാവലാകണേ അല്ലാ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്ക് ക്യാൻസർ ഉണ്ടെങ്കിലും ആ ക്യാൻസർ രോഗാണുക്കളെ നീ കരിച്ചു കളയണേ അല്ലാ. നിങ്ങളെ വീടുകളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ ബന്ധപ്പെട്ട ആര് ദുആർക്കാൻ ഏൽപ്പിച്ചോ അവരൊക്കെ ഈ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമേ. പല നാട്ടിലും ദിവസം ഓരോരോ നാട്ടിൽ കൂടെ സംഘടനയും പ്രസ്ഥാനവും വിഷയങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അവിടുന്നൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ആ ത്വാഹ മുപ്പര വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നാലകം പള്ളിയിൽ ക്ലാസ്സിന് വരുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് നല്ല ഭക്ഷണം. അല്ലാഹുവേ അവർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. എന്ത് രോഗം ഈ ഉമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും ഉണ്ടോ നീ പ്രത്യേകിച്ച് ആഫിയത്ത് നൽകണേ അല്ലാ. എത്ര എത്ര ആളുകളാണ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കാൻ കടമപ്പെട്ടവരാണ്. എത്ര ആളെ കൂടുതൽ കൂട്ടി ദ്വാരുന്നോ അത്രയും അള്ളാഹു നമുക്ക് റഹ്മത്ത് തരും.